പാതിവില തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറും നടപ്പാക്കിയത് അനന്തു കൃഷ്ണനുമെന്ന് ക്രൈംബ്രാഞ്ച്. കമ്പനികളുടെ CSR ഫണ്ട് തട്ടിയെടുക്കുക എന്ന ആശയത്തിന് പിന്നിൽ ആനന്ദകുമാർ എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അനന്തു കൃഷ്ണനിൽ നിന്ന് ആനന്ദകുമാർ 1 കോടി രൂപയോളം കൈപ്പറ്റിയെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഏത് തരത്തിലേക്ക് ഇത് ആനന്ദകുമാർ ആസൂത്രണം ചെയ്തു ഈ വലിയ തട്ടിപ്പ് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? അനുജ, നേരത്തെ അനന്തു കൃഷ്ണൻ പിടിയിലായ ഘട്ടത്തിൽ തന്നെ ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ പറഞ്ഞിരുന്നു. അതായത് ഇതിന് മാസ്റ്റർ ബ്രെയിൻ അനന്തു കൃഷ്ണനല്ല, ഇയാൾ ഈ പദ്ധതി നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്, ഇതിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. അതിലിപ്പോൾ ഒരു സ്ഥിരീകരണം, അല്ലെങ്കിൽ അതിൽ ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്നത് ആനന്ദകുമാറാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഇതിന്റെ ആസൂത്രണം അടക്കം നടത്തിയത് ആനന്ദകുമാർ എന്നാണ് പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതായത് ഈ ആനന്ദകുമാർ സംഘവും ആദ്യം പദ്ധതിയിട്ടത് വിവിധ കമ്പനികളുടെ CSR ഫണ്ട് തട്ടിപ്പ് എന്നുള്ളതായിരുന്നു. അതായത് CSR ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. നന്നായി പ്രവർത്തിക്കുന്ന കുറെ NGOകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കോൺഫെഡറേഷൻ രൂപീകരിക്കുക, അതിനുശേഷം അങ്ങോട്ടേക്ക് ഈ ഫണ്ടുകൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ശ്രമം. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നീടാണ് ഈ പാതിവില എന്ന തട്ടിപ്പിലേക്ക് മാറിയത്. ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ സ്വാധീനം അല്ലെങ്കിൽ വലിയ സ്വീകാര്യത ഈ പാതിവില തട്ടിപ്പ് അല്ലെങ്കിൽ പാതിവിലയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിച്ചു. ആദ്യത്തെ ഒരു 1000-ഓളം വരുന്ന ആളുകൾ വാങ്ങിയ ഈ പകുതി പൈസ അടച്ച ശേഷം ഇവർ വിചാരിച്ചു കൂടുതൽ പേരൊന്നും എത്തില്ല എന്ന്. പക്ഷേ 44,000-ഓളം ആളുകളാണ് പിന്നീട് ഇവരെ സമീപിച്ച് ഈ പകുതി വില നൽകി സ്കൂട്ടർ വാങ്ങാൻ എത്തിയത്. അതിൽ സാധാരണഗതിയിൽ 22,000-ഓളം പേർക്ക് ഇവർ നൽകേണ്ടതായിരുന്നു. എന്നാൽ അതിലൊരു 16,000 പേർക്ക് മാത്രമേ ഇവർക്ക് നൽകാനായുള്ളൂ. ബാക്കി 6,000 പേർക്ക് ഇവർ ഈ തയ്യൽ മെഷീൻ അടക്കമുള്ള വസ്തുക്കൾ നൽകി. അങ്ങനെയാണ് ഇവർ വലിയ പ്രതിസന്ധിയിലായി പോകുന്നത്. ഒപ്പം ഈ അനന്തു കൃഷ്ണന്റെ ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ട് 3 കോടിയോളം രൂപ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് മൂവാറ്റുപുഴ പോലീസ് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇവരുടെ റോളിംഗ് പ്രോസസ്സ് തടസ്സപ്പെട്ടത്. അങ്ങനെയാണ് ഈ തട്ടിപ്പ് പുറത്താവുന്നത്. അതല്ല എങ്കിൽ തട്ടിപ്പ് ഇപ്പോഴും നിർലോഭം തുടർന്നുകൊണ്ടിരുന്നാനേ എന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആനന്ദകുമാറിന് ഈ കേസിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കാനാകില്ല. ആൾക്ക് കൃത്യമായ പങ്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യും. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ അന്വേഷണം പോകും. രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു സംഭാവന എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പലരും ബാങ്ക് ത്രൂ ആണ് പണം വാങ്ങിയത്. അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നില്ല. എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിഭിന്നമായ കേസാണ്, ഒരു വിഭിന്നമായ സംഭവവാസമാണ്. അതായത് അദ്ദേഹത്തിന്റെ സൈൻ എന്ന് പറയുന്ന സംഘടന 42 കോടി രൂപ ഈ സ്കൂട്ടർ വാങ്ങുന്നതിന് വേണ്ടി അനന്തു കൃഷ്ണൻ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളായിരിക്കും എൻ രാധാകൃഷ്ണനോട് ചോദിച്ചറിയുക. അത് 2ാം ഘട്ടത്തിലായിരിക്കും എൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കുക എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അനുജ. അതാണ് ആനന്ദകുമാർ ഏത് തരത്തിലേക്ക് പാതിവില തട്ടിപ്പ് ആസൂത്രണം ചെയ്തു, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് നൽകുകയായിരുന്നു.